Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ക്യാൻസറിന് കാരണമാകുന്നു. നില്ലച്ചാ, ഞാൻ എടുത്തുതരാം. അച്ഛന് പറ്റില്ലല്ലോ. അങ്ങനെ അച്ഛൻ ഒറ്റയ്ക്ക് വെള്ളം എടുത്ത് കുടിച്ചമ്മേ. നിന്റെ അച്ഛന് കുറേശ്ശെയായി ഭേദമായി വരുന്നുണ്ട്. കുറച്ച് ദിവസത്തിനകം പൂർണ്ണമായിട്ടും ഭേദമാകും. സത്യവാ, കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടു. അതൊരു ദുസ്വപ്നം പോലെയാ. അതിനു മുമ്പ് നമ്മളൊക്കെ വളരെ സന്തോഷത്തോടാ ജീവിച്ചത്. ബിസിനസ് നന്നായിട്ട് പോയി. സന്തോഷത്തിന് ഒരു അതിരുമില്ല. ഇവളപ്പോ കൊച്ചു കുഞ്ഞാ. ഞങ്ങൾ ശരിക്കും വാശി പിടിക്കും. അങ്കിൾ, നമ്മൾ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുള്ളോട്ട് സംസാരിക്കുന്നു. നമ്മൾ തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ, അറിയാവോ? അല്ല, വീണ്ടും രണ്ടുപേരും കൂടി ഇങ്ങനെ തമ്മി തല്ലാൻ തുടങ്ങിയോ? എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല മക്കളെ. ഞാനാണോ വഴക്കുണ്ടാക്കിയത്? ഇവളല്ലേ എപ്പ നോക്കിയാലും വഴക്കുണ്ടാക്കുന്നത്. ഇതാ നോക്ക്, എന്നെ ഇതുവരെ ആരും അങ്ങനെ കളിയാക്കിയിട്ടില്ല. പക്ഷെ ഇവൾ എപ്പോഴും ചെയ്യും. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ കുഞ്ഞു വല്ലതും മാറി കാണും. ഏയ്, മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചങ്ങ് ഓവറായിട്ട് സംസാരിക്കണോ? അമ്മേ, എന്താ അമ്മ ഇതൊക്കെ കേട്ടിട്ട് അമ്മ മിണ്ടാതിരിക്കുന്നത്? ദേ നോക്ക്, നിങ്ങൾ എത്ര വേണമെങ്കിൽ വഴക്കുണ്ടാക്കിക്കോ. എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലി ബാക്കി കിടക്കുന്നു. എനിക്കൊന്ന് പുറത്തും പോകാനുണ്ട്. പിന്നെ നോക്കാം നമുക്ക്. അമ്മേ, എന്താ മോളെ? ഇന്ന് അങ്കിള് വന്നിട്ടുണ്ട്, അച്ഛനും വീട്ടിലുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? അമ്മ എന്താ ഇന്ന് വീട്ടിലിരിക്കാത്തെ? ഞാനെന്താ ഇഷ്ടപ്പെട്ടിട്ട് പുറത്തു പോകുകയാണെന്നാണോ വിചാരിച്ചേ? മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? അപ്സെറ്റ് ആകണ്ട മോളെ. ഞാൻ നിനക്ക് വാക്ക് നൽകുന്നു, ഞാൻ എത്രയും വേഗം മടങ്ങിയെത്തും. ആ അങ്കിൾ, ആ അങ്കിളെ, ബോണാനി ആന്റിയുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ കൊടുക്കണ്ടേന്ന് ആലോചിക്കുക. ഒരു കാര്യം ചെയ്യാം. നാളെ നമുക്ക് രണ്ടുപേർക്കും ഒരു ഷോപ്പിങ്ങിന് പോവാം. പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ശരി. അതിരിക്കട്ടെ, നീ എന്തിനാ ആവശ്യമില്ലാതെ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറയുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഒരു സർപ്രൈസ് കൊടുക്കാനാ. അതിലെന്താ ഇത്ര കുഴപ്പം? ആ അങ്കിള് അച്ഛനെ പറ്റിച്ചിട്ട് ബിസിനസ് എല്ലാം കൈക്കലാക്കിയിട്ട് പുറത്താക്കിയെന്നുള്ളത് സത്യമാ. പക്ഷേ ആ ആന്റിയാണ് ആ കഷ്ടത്തിലും അമ്മയ്ക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് നമ്മളെ സഹായിച്ചത്. അതുമാത്രമല്ല, നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് പോലെ ഒരാ. അതറിഞ്ഞിട്ടും ഇങ്ങനെന്താ? പിന്നെ എങ്ങനെ സംസാരിക്കണം? റോത്തീൻ ദാസിനെ അങ്കിളെന്നൊന്നും വിളിക്കാൻ പാടില്ല. അവനൊരു ഫ്രോഡാണ്. നിന്റെ അച്ഛന് വയ്യാതായപ്പോ ആശുപത്രി ചെലവിന് നിങ്ങൾ പണമില്ലാതെ ബുദ്ധിമുട്ടി. നിന്റെ വിദ്യാഭ്യാസത്തിനും അപ്പൊ പണമില്ലായിരുന്നു. ആ സമയത്ത് അയാൾ തനിക്ക് ഫേവറായിട്ട് അത് ഉപയോഗപ്പെടുത്തി നിന്റെ അച്ഛൻ്റെ അടുത്തുനിന്നും ബിസിനസ് മൊത്തത്തിൽ അടിച്ചു മാറ്റുകയും ചെയ്തു. ആ സമയത്ത് എനിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കത്രയ്ക്ക് കാര്യപ്രാപ്തിയൊന്നും ഇല്ലായിരുന്നു. കുടുംബത്തിന് എന്തെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ചാലും എനിക്കപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചേച്ചിയും ചേട്ടനും ഒക്കെ എനിക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആ ആൻറ്റിയെപ്പറ്റി പറഞ്ഞില്ലേ, സ്വാർത്ഥതയില്ലാതെ ഒരു കാര്യവും അവർ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടേയില്ല. തീർച്ചയായിട്ടും എൻ്റെ ചേച്ചി അവർക്ക് എന്തെങ്കിലും വലിയ ജോലി ചെയ്തു കൊടുത്തേ മതിയാവും. അതുകൊണ്ടാണ് അവർ സാലറിയേക്കാളും കൂടുതൽ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അവരൊരു വൃത്തികെട്ട സ്ത്രീയാ. എൻ്റെ അമ്മ ജീവിതം തന്നെ ത്യാഗം ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. അത് സത്യമാ. അവര് കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാ ഇന്ന് നമ്മുടെ കുടുംബം ഈ ഒരു സ്ഥിതിയില്ലെങ്കിലും എത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ്, പിന്നെ ഈ വീടിന്റെ ചെലവ്, മെഡിസിൻ ചെലവ്, ഇതെല്ലാം നിന്റെ അമ്മ സമ്പാദിച്ചും ചിരിച്ച മുഖത്തോടെയാ ഉള്ളത്. നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി ബാങ്കിൽ പ്രത്യേകം കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. തുടക്കത്തിൽ നിന്റെ അമ്മ കയ്യിലിരുന്ന ആഭരണങ്ങളെല്ലാം വിറ്റാണ് ഈ വീടിന്റെ ചെലവുകളെല്ലാം നോക്കിയത്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ അമ്മ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. കാരണം അമ്മയാണ് ഇപ്പൊ വീടിന്റെ EMI കെട്ടുന്നത്. കാർ ലോൺ തന്നെ കഴിഞ്ഞ മാസം മൊത്തമായിട്ട് കെട്ടി. എൻ്റെ അമ്മയെ പോലെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. സല്യൂട്ട്. സത്യത്തിൽ വലിയ ആള് തന്നെയാ. ഹേയ്, കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ? ഇപ്പോഴും ഉച്ചക്കിറങ്ങുന്ന ഈ ശീലമൊന്നും മാറിയില്ലയോ അങ്കിളെ? നന്നാവില്ലല്ലേ? ഹോ, വളരെ മോശം. താങ്ക് യു.
പറ. ആ നീ എന്ത് ചെയ്യാ? ഞാൻ എൻ്റെ അങ്കിളിനോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നു. എനിക്കും അങ്ങനെയാ. നീ എന്നാടാ തിരിച്ചു വരുന്നത്? ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഞാനിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഞാനിപ്പോൾ നിന്റെ വീടിന് താഴെ നിന്നിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. നീ നീ എന്തായി പറയുന്നേ? സത്യാണോ? നീ എത്രയും പെട്ടെന്ന് താഴേക്ക് വാ. രാത്രി മുഴുവൻ എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല. ഏയ് രാജ്, എനിക്കെങ്ങനെ വരാൻ പറ്റും? വീട്ടിൽ എല്ലാരും ഉണ്ട്. നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. പ്ലീസ്, നീ ഇപ്പം തന്നെ വരണം. വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവും. എന്താ നീ ഇങ്ങനൊക്കെ? ശരി, ഒന്ന് നിൽക്ക്, ഞാനിപ്പോ വരാം. നീ എന്തിനാടാ എന്നെ ഇങ്ങനെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നേ? നീ കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചിട്ട് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചോണ്ട് വന്നിരിക്കും. ഏയ് അല്ല അല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കഴിച്ചത്. വരണ്ടെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത്രയും ദിവസമൊന്നും എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ സാധാരണ ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ നീ തീർച്ചയായിട്ടും കേൾക്കില്ല. അപ്പൊ എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയാവോ? അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നീ ഇങ്ങനെ വരുന്നതിന് നിന്റെ പേരൻസ് എന്നെ ഒന്ന് പറയില്ലേ? പേരൻസോ? അച്ഛൻ വെള്ളമൊടിച്ച് ഏതോ പെണ്ണിനെ വീട്ടിലോട്ടും വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലാകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അമ്മ ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇന്ത്യക്ക് പുറത്തേക്കും പോയി. ബിസിനസ് മീറ്റിംഗ് പ്ലസ് ഹണിമൂൺ. രാജ്, നീ എന്തിനാ നിന്റെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശരി, ഇനി സംസാരിക്കില്ല. ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. നീ അതൊക്കെ വിട്. ഞാൻ എന്തിനാ പെട്ടെന്ന് വന്നതെന്ന് നീ ഇതുവരെ ചോദിച്ചു പോലില്ലല്ലോ. ഞാൻ ചോദിക്കില്ല, കാരണം നീ ഒരു പ്രാന്തന. പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും അല്ല മാഡം, എനിക്കൊരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. എന്ത് ജോലി? എന്തേ കാണിക്കുന്ന? ആരെങ്കിലും കാണും. കാണുന്നെങ്കിൽ കണ്ടോട്ടെന്നേ. ഐ ലവ് യു ആൻഡ് ഐ നോ യു ഓൾസോ ലവ് മീ. നമുക്ക് ലൈഫ് ലോങ് ഒന്നായാലോ? ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? വിൽ യു മാരി മീ? ഇതിന് ഞാൻ എന്താ പറയണ്ടേ? എന്റെ മുട്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്ന് വേഗം പറ. എന്തെങ്കിലും പറഞ്ഞാ മതിയോ? അല്ലല്ല, യെസ് എന്ന് പറ പ്ലീസ്. പറ പ്ലീസ്, പറ പറ പറ. യെസ്. എന്താ ഇത്ര വേഗം പോണെന്ന് നിർബന്ധാണോ? ഇല്ലെങ്കിൽ എന്നെ പോവാൻ വിടില്ലല്ലോ. അനിയനെ കണ്ടില്ലേ? വരാതിരിക്കായിരുന്നു. എൻ്റെ ഓഫീസിലെ ലീവ് ക്യാൻസൽ ചെയ്തു. അർജന്റായിട്ട് ഫോൺ വന്നു. പോയാലല്ലേ പറ്റൂ. എന്ത് ചെയ്യാനാ? അല്ല, ഫ്ലൈറ്റ് എത്ര മണിക്കാ? 6:30. ഓ. അപ്പൊ ശരി, ഞാൻ പോവാ. ഉം. ഞാൻ പോയിട്ട് വിളിക്കാം കേട്ടോ. എല്ലാരും ശരി. സൂക്ഷിച്ചിരിക്കണേ. നീയും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത മാസം ഞാൻ പരമാവധി വരാൻ നോക്കാം. എന്നാ ശരി. ശരി, ഞാൻ പോവാ. എന്താ വീർപ്പിച്ച് കെട്ടിയിരിക്കുന്നത്? സന്തോഷമായിട്ടിരിക്കേ. ഈ അങ്കിൾ എപ്പോഴും ഇങ്ങനെ. ബൈ. ബൈ. ഹോ. എന്താ വിഷമാണോ? പതുക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ, അങ്ങനെ തന്നെ. ആ, അങ്ങനെ പതുക്കെ. ആ
സൂക്ഷിച്ച്. ആ, പതുക്കെ പതുക്കെ. അച്ഛാ, അച്ഛാ, സൂക്ഷിച്ച്. പതുക്കെ. അമ്മേ, അമ്മ ജയിച്ചു. അച്ഛനിപ്പോ കുറേശ്ശെ നടക്കാനാവുന്നുണ്ട്, തനിയെ നിൽക്കാനും കഴിയുന്നുണ്ട്. ലവ് യു, ഐ ലവ് യു. ലവ് യു ടു. നമ്മളെല്ലാരും ജയിച്ചു. നമ്മളെല്ലാരും വിധിയെ ജയിച്ചിരിക്കുകയാണ്. അതെ, നീയാണ് കാരണം. ഐ ലവ് യു a lot. നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. നീ സത്യം ചെയ്, നീ എന്നെ വിട്ടിട്ട് ഒരിക്കലും പോകില്ലെന്ന്. നീയാണ് എനിക്കെല്ലാം. ഞങ്ങളുടെ വിശ്വാസവും എല്ലാം നീയാ. എന്റെ ലോകം തന്നെ നീയാ. ഞാൻ നിങ്ങളെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? നിങ്ങളൊക്കെയാണ് എന്റെ ജീവിതം. അമ്മേ, ഉം. വാമേ, രാജിനെ കാണാം വാമേ. ഏത് രാജ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതാമേ രാജ്. അവൻ എന്നെ ഇഷ്ടാ, പെണ്ണ് കാണാൻ വന്നിരിക്കുക. ഓ, ആ രാജാണോ? വാ വാ വാ. രാജ്, ഇതെന്റെ അമ്മ. ഇതാമ്മേ രാജ്. അമ്മേ, ഈ വിവാഹം നടക്കില്ല. അമ്മേ, 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 രാജ്, രാജ്, രാജ്. അമ്മേ, അമ്മേ, അമ്മേ. കഥവ് തുറക്കമ്മേ, എന്ത് പറ്റി? എന്താ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞേ? അമ്മയ്ക്കിത് എന്ത് പറ്റി? അമ്മേ, അമ്മേ, കഥവ് തുറക്ക, എന്ത് പറ്റിയെന്ന് പറ. കഥവ് തുറക്കമ്മേ. അമ്മേ, എന്ത് പറ്റിയമ്മേ? നിന്റെ അമ്മ ഈ കല്യാണത്തിന് എന്തുകൊണ്ടാ സമ്മതിക്കാത്തതെന്ന് നിനക്ക് അറിയോ റീമ? നിന്റെ അമ്മ ആരുടെ കൂടെയാണോ കിടന്നത് അയാൾക്കാണ് നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഹോൾഡ് യുവർ ടങ് രാജ്. നീ അങ്ങ് കാട് കയറിയാണല്ലോ. നീ അത് അമ്മയോട് ചോദിക്കേ. മിസ് ബോനാനി ബാനർജീസ് എസ്കോർട്ട് ഏജൻസി എന്നൊരു സ്ഥാപനമില്ലേ, അത് സത്യത്തിൽ ഒരു ഹൈലി പെയ്ഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രമാണ്. നിന്റെ അമ്മയും അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഒരുപാട് തവണ അവരുടെ കൂടെ കിടന്നിട്ടുണ്ട്. നിന്റെ അമ്മ ഒരു ഷോട്ടിന് 25,000 വാങ്ങിക്കുന്നത്. അച്ഛാ, 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 പ്ലീസ്, പ്ലീസ്. അച്ഛാ, 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 അച്ഛാ.
രാജ്, നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് പോയിട്ട് ഒരു നാണോ ഇല്ലാതെ കല്യാണത്തിന് തയ്യാറായി വന്ന് നിൽക്കുമ്പോ എന്റെ അമ്മ എന്തിനാ തല കുനിക്കുന്നേ? അമ്മയ്ക്കും തല നിവർത്തി തന്നെ നിൽക്കാം. ആദ്യം വീട്ടിൽ നിന്ന് വെളിയിൽ പോടാ. ഇതോടെ എല്ലാം കഴിഞ്ഞു. എന്റെ ഈ അമ്മയ്ക്ക് വേണ്ടി നിന്നെ പോലെ 1000 പേരെ വേണമെങ്കിലും ഞാൻ നഷ്ടപ്പെടുത്തും. കാരണം ഈ ഇരിക്കുന്നതേ എന്റെ അമ്മയാ. അമ്മ എപ്പോഴും അമ്മ തന്നെയാ. ഗെറ്റ് ഔട്ട്. അമ്മേ, അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മയ്ക്ക് ഞാനുണ്ട്. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളില്ലേ കൂടെ.